ഫ്ളാറ്റുകളിലും മറ്റ് ചെറിയ വീടുകളിലും കഴിയുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കൃഷിരീതി നമുക്ക് പരിചയപ്പെടുത്തുകയാണ് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ സുമി വള്ളിക്കുന്ന്. എനിക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിന് സ്ഥലമില്ല എന്ന് പ്രയാസപ്പെടുന്നവർക്ക് ഈ കൃഷിരീതി തികച്ചും മാതൃകയാകും. ഫറൂഖിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഫ്ളാറ്റുകളിലും ചെറിയ വീടുകളിലും കഴിയുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കൃഷിരീതിയെ ആണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ സുമി വള്ളിക്കുന്നാണ് ഈ കൃഷിരീതി പരിചയപ്പെടുത്തുന്നത്. സ്വന്തം ഫ്ളാറ്റിലെ ചെറിയ സിറ്റ് ഔട്ടിലും വീടിന്റെ അകത്തും ജനാലയിലും വരെ ചെയ്യാൻ പറ്റുന്ന മൈക്രോ ഗ്രീൻസ് എന്ന കൃഷിരീതിയാണ് ഇത്. വെറും 14 ദിവസം കൊണ്ട് വിളവെടുത്ത് കഴിക്കാവുന്ന രീതി പാശ്ചാത്യ നാടുകളിൽ വളരെ മുമ്പ് തന്നെ ചെയ്തു വരുന്നുണ്ട്. പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച് അത് 14 ദിവസത്തിനകം പച്ചയായും വേവിച്ചും കഴിക്കുന്ന രീതിയാണ് മൈക്രോ ഗ്രീൻസ് എന്ന കൃഷിരീതി. ചെറുപയർ, ഗോതമ്പ്, വൻപയർ, കടുക്, സൺഫ്ലവർ, മുതിര, ഉലുവ, ചീര, പാലക് എന്നിവയുടെ വിത്തുകൾ 8 മുതൽ 14 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത ശേഷം തുണിയിൽ കിഴികെട്ടിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്രേയിൽ പേപ്പർ വിരിച്ചോ ചകിരിച്ചോർ പാകിയോ അതിൽ മുളപ്പിച്ചെടുത്ത് കഴിക്കുന്നത് വഴി കൂടുതൽ പ്രോട്ടീനും വിറ്റാമിനുകളും നമുക്ക് ലഭിക്കുന്നു. വീടിനകത്തും കൃഷി ചെയ്യാം എന്നതിനപ്പുറം ഇതിന് മണ്ണോ വളമോ വേണ്ടതില്ല എന്നതും പ്രത്യേകതയാണ്. ചെറിയ സ്ഥലത്ത് നമുക്ക് ചെറിയ കണ്ടെയ്നർ പാത്രങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രേകളോ അതിൽ മീഡിയമായിട്ട് മണ്ണും ചകിരിച്ചോറും ഉപയോഗിച്ചോ അല്ലെങ്കിൽ വല്ല ഗ്രോ പേപ്പറുകളോ ഉപയോഗിച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കോഴിക്കോട് പന്തീരങ്കാവ് ബൈപ്പാസിലെ ഫ്ളാറ്റിലെ 5ാം നിലയിലെ തന്റെ സിറ്റ് ഔട്ടിലും റൂമിലും എല്ലാം ചെറിയ സ്ഥലങ്ങളിലും സുമി ഈ കൃഷി രീതിയാണ് ചെയ്യുന്നത്. ഭാര്യ മുഫീദയും മകൻ ഷാൻ മുഹമ്മദ്, മകൾ ഫിൻസ ഫാത്തിമ എന്നിവർ ചേർന്ന് ആണ് വീട്ടിൽ കൃഷി ചെയ്യുന്നത്. ഇന്നത്തെ പുതുതലമുറയ്ക്ക് കൃഷിരീതികളോട് താല്പര്യം കുറവാണെന്നത് മനസ്സിലാക്കി സ്വന്തം മക്കളെ ഈ കൃഷിരീതി പഠിപ്പിച്ച് അവരെ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇയാൾ ചെയ്യിക്കുന്നത്. വിത്ത് കുതിർക്കുന്നതും അത് മുളപ്പിക്കുന്നതും അതിന് വെള്ളം തളിച്ച് പാകമാകുമ്പോൾ ചെറിയ കണ്ടെയ്നറുകളിൽ നിറച്ചുവെക്കുന്നതും എല്ലാം മക്കൾ മുൻകൈയെടുത്താണ്. അടുത്ത ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഇപ്പോൾ സൗജന്യമായി ഇത് നൽകാറുണ്ടെന്നും അവരിൽ നിന്നെല്ലാം നല്ല അഭിപ്രായമാണ് കിട്ടുന്നതെന്നും ഇദ്ദേഹം പറയുന്നു. വിഷമില്ലാത്ത ഭക്ഷണം സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുതുതലമുറയെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ഇദ്ദേഹം പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്.